കണ്ണുകൾ തുറക്കരുത്, നമ്മൾ പുറത്തോട്ട് പോവുകയാണ്. ഞാൻ പറയുന്നതല്ലാതെ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഇനി അഥവാ നിങ്ങൾ കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ നിങ്ങൾ മരിക്കും. ഞാൻ പറയുന്നത് വ്യക്തമാണോ? തന്റെ 2 കുഞ്ഞുമക്കളുടെ കണ്ണുകൾ തുണി കൊണ്ട് കെട്ടി ഭയന്ന് വിറച്ചു നിൽക്കുന്ന ഒരു അമ്മയുടെ ഈ വാക്കുകളോടെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന സിനിമ ആരംഭിക്കുന്നത്. കണ്ണു തുറന്ന് പുറത്തേക്ക് നോക്കിയാൽ മനുഷ്യർ ആത്മഹത്യ ചെയ്യാൻ പ്രേരിതരാകുന്ന ഒരു വിചിത്രമായ ലോകം. അവിടെ ജീവന് വേണ്ടി പോരാടുന്ന ഒരമ്മയുടെയും 2 കുട്ടികളുടെയും അതിജീവനത്തിന്റെ കഥ പറയുന്ന സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രമാണ് ബേർഡ് ബോക്സ്. നമുക്ക് നേരെ കഥയിലേക്ക് കടക്കാം. അങ്ങനെ നമ്മുടെ കഥയിലെ നായികയായ മാലോരിയും കുട്ടികളും ആ ബോട്ടിൽ കയറി ഒരു യാത്ര തുടങ്ങുകയാണ്. കഥ 5 വർഷം പുറകോട്ട് പോവുകയാണ്. മാലോറി പ്രഗ്നന്റ് ആണ്. എന്നാൽ അതിന്റെ യാതൊരു സന്തോഷവും അവൾക്കില്ല. ഒരു ആർട്ടിസ്റ്റായ അവൾ തന്റെ മുറിയിൽ ഒതുങ്ങിക്കൂടാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ഒരു ദിവസം അവളുടെ സഹോദരി ജെസിക്ക അവളെ കാണാൻ വരുന്നു. ഈ സമയത്ത് ടിവിയിൽ റഷ്യയിലും യൂറോപ്പിലും ആളുകൾ കൂട്ടത്തോടെ ആത്മഹത്യ ചെയ്യുന്ന ഒരു വിചിത്രമായ വാർത്ത വരുന്നുണ്ടായിരുന്നു. എന്നാൽ മാലോരി അത് അത്ര കാര്യമാക്കുന്നില്ല. അതിനുശേഷം മാലോരിയും ജെസിക്കയും കൂടി ഹോസ്പിറ്റലിൽ ചെക്കപ്പിനായി പോകുന്നു. ഡോക്ടറെ കണ്ട് തിരികെ കാറിലേക്ക് വരുമ്പോഴാണ് ഹോസ്പിറ്റലിന് മുന്നിൽ ആ കാഴ്ച കാണുന്നത്. ഒരു സ്ത്രീ തന്റെ തല ഭിത്തിയിലിടിച്ച് ആത്മഹത്യ ചെയ്യുന്നത് മാലോരി കാണുന്നു. നഗരമാകെ പെട്ടെന്ന് ഭീതിയിലാവുന്നു. ആളുകൾ ജീവനും കൊണ്ട് ഓടുന്നു. വണ്ടികൾ പരസ്പരം ഇടിച്ചു തകരുന്നു. എന്താണ് സംഭവിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. ജെസിക്ക കാർ ഓടിക്കുന്നതിനിടയിൽ വിൻഡോയിലൂടെ പുറത്തേക്ക് നോക്കുന്നു. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ വിചിത്രമായി മാറുന്നു. കണ്ണീർ ഒഴുകുന്നു. എന്തോ കണ്ടിട്ട് അവൾ പറയുന്നുണ്ട്, വാട്ട് ദ എഫ്. അവൾ സ്വബോധം നഷ്ടപ്പെട്ടതുപോലെ വണ്ടി മനഃപൂർവ്വം ആക്സിഡന്റ് ആക്കുന്നു. കാർ മറിഞ്ഞിട്ടും രക്ഷപ്പെട്ട ജെസിക്ക മാലോരി നോക്കി നിൽക്കെ ഒരു വലിയ ട്രക്കിന് മുന്നിലേക്ക് നടന്നുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു. തന്റെ സഹോദരിയുടെ മരണം കണ്ട് തകർന്നുപോയ മാലോരി ജനക്കൂട്ടത്തിനിടയിലൂടെ ഓടാൻ നോക്കുന്നുണ്ടെങ്കിലും ഗർഭിണിയായതുകൊണ്ട് അവൾ താഴെ വീഴുന്നു. ആ സമയത്താണ് അവിടെയുള്ള ഒരു വീട്ടിൽ നിന്നും ടോം എന്ന വ്യക്തിയും മറ്റൊരു സ്ത്രീയും മാലോരിയെ സഹായിക്കാൻ ഓടി വരുന്നത്. എന്നാൽ മാലോരിയെ രക്ഷിക്കാൻ വരുന്ന ആ സ്ത്രീ പെട്ടെന്ന് എന്തോ കാഴ്ച കാണുകയും ഒരു കാറിനുള്ളിലേക്ക് കയറി ആത്മഹത്യ ചെയ്യുകയും ചെയ്യുന്നു. ഒടുവിൽ ടോം മാലോരിയെ ആ വലിയ വീടിന് മുന്നിലേക്ക് എത്തിക്കുന്നു. വീടിന്റെ ഉടമസ്ഥൻ ഗ്രെഗ് ആയിരുന്നു. അവിടെ മാലോരിയെയും ടോമിനെയും കൂടാതെ ഡഗ്ലസ്, ചാർലി, ലൂസി തുടങ്ങിയ കുറച്ചു പേർ കൂടി ഉണ്ടായിരുന്നു. തുടക്കത്തിൽ ഡഗ്ലസ് വാതിൽ തുറന്നു കൊടുക്കാൻ മടിക്കുന്നു. എന്നാൽ ഗ്രെഗ് വാതിൽ തുറന്ന് അവരെ അകത്ത് കയറ്റുന്നു. പുറത്ത് ഒരു അദൃശ്യ ശക്തി, ഒരു എൻറ്റിറ്റി അഥവാ ഒരു മോൺസ്റ്റർ ഉണ്ടെന്നും അതിനെ കണ്ണു തുറന്നു നോക്കുന്നവർക്ക് ഭ്രാന്ത് പിടിച്ച് അവർ ആത്മഹത്യ ചെയ്യുകയാണെന്നും അവർ തിരിച്ചറിയുന്നു. അതുകൊണ്ട് വീടിന്റെ എല്ലാ ജനലുകളും വാതിലുകളും അവർ കറുത്ത പേപ്പറും തുണിയും വെച്ച് പൂർണ്ണമായി അടയ്ക്കുന്നു. അവർ പലരെയും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരെയും കണക്റ്റ് ആവുന്നില്ല. ടിവിയിൽ പല ഭാഗത്തുള്ള അക്രമങ്ങൾ അവർ കാണുന്നുണ്ട്. അതേസമയം ഇപ്പോൾ മാലോറിയും കുഞ്ഞുങ്ങളും യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടെ അവരുടെ ബേർഡ്സുമുണ്ട്. ആ എൻറ്റിറ്റിയെ കാണുമ്പോൾ ബേർഡ്സ് ശബ്ദമുണ്ടാക്കും. അതിലൂടെ അവർക്ക് അത് തിരിച്ചറിയാൻ പറ്റും. മാലോറി തന്റെ വയർലെസ് സെറ്റിലൂടെ പലരെയും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആരും കണക്റ്റ് ആവുന്നില്ല. ഫ്ലാഷ് ബാക്ക്. അങ്ങനെ അവർ ആ വീട്ടിൽ കഴിയുന്നു. ഒരു ദിവസം ഒളിമ്പിയ എന്നൊരു ഗർഭിണിയായ സ്ത്രീ ആ വീട്ടിലേക്ക് കയറി വരുന്നു. ഡഗ്ലസ് വേണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും അവർ അവളെ അകത്തു കയറ്റുന്നു. കുറച്ചു സമയത്തിന് ശേഷം ഒരു പരീക്ഷണത്തിനായി ഗ്രെഗ് തന്റെ CCTV മോണിറ്ററിലൂടെ പുറത്തേക്ക് നോക്കാൻ തീരുമാനിക്കുന്നു. ഈ എൻറ്റിറ്റിയെ അഥവാ ആ സാധനത്തിനെ കാണുന്നവർ അപ്പോൾ തന്നെ മരിക്കുന്നുണ്ട്. നേരിട്ട് കണ്ടാലല്ലേ പ്രശ്നം. എന്നാൽ CCTV മോണിറ്ററിലൂടെ ഒന്ന് നോക്കാം എന്ന് ഗ്രെഗ് തീരുമാനിക്കുന്നു. അങ്ങനെ അവനെ ഒരു കസേരയിൽ ബന്ധിച്ച് അവൻ CCTV മോണിറ്ററിലേക്ക് നോക്കി ഇരിക്കുകയാണ്. മറ്റുള്ളവരെല്ലാം താഴേക്ക് പോയിരിക്കുകയാണ്. എന്നാൽ മോണിറ്റർ വഴി പുറത്തെ കാഴ്ച കണ്ട ഉടൻ തന്നെ ഗ്രെഗ് കസേരയോടെ മറിഞ്ഞു വീണ് തല മേശയിലിടിച്ച് മരണപ്പെടുന്നു. അതോടെ ക്യാമറയിലൂടെ പോലും അതിനെ നോക്കാൻ പാടില്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നു. അവർ ആ മോണിറ്ററെല്ലാം ചവിട്ടിപ്പൊട്ടിക്കുന്നു. അങ്ങനെ അവർ ആ വീട്ടിൽ ദിവസങ്ങൾ തള്ളി നീക്കുന്നു. മാലോറി വെള്ളത്തിലിറങ്ങിയിട്ട് 14 മണിക്കൂറായി. എന്തോ ഒരു ശബ്ദം കേട്ട് അവൾ തന്റെ കുഞ്ഞുങ്ങളെ പുതപ്പിനുള്ളിലാക്കുന്നു. അവിടെ ഒരാൾ മാലോറിയോട് കണ്ണുകൾ തുറക്കാനും എല്ലാവരും അത് കാണണമെന്ന് പറയുകയും ചെയ്യുന്നു. തുടർന്ന് അയാൾ അവളെ ആക്രമിക്കുന്നു. മാലോറി ഒരു വിധത്തിൽ അയാളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുന്നു. അവൾ യാത്ര തുടരുന്നു. അതേസമയം ഫ്ലാഷ് ബാക്കിലേക്ക്. അവർ ആ വീട്ടിൽ ദിവസങ്ങൾ തള്ളി നീക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ തീർന്നു തുടങ്ങി. അങ്ങനെ അവർ വീടിനടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. പുറത്തേക്ക് നോക്കാതിരിക്കാൻ ഒരു കാറിന്റെ വിൻഡോകളെല്ലാം അവർ പെയിന്റ് ചെയ്ത് കറുപ്പിക്കുന്നു. GPS മാത്രം നോക്കിയാണ് ടോം വണ്ടി ഓടിക്കുന്നത്. ഗ്ലാസുകൾ മറച്ച കാറിന് സമീപം ആ എൻറ്റിറ്റിയുടെ സാന്നിധ്യം അവർ തിരിച്ചറിയുന്നുണ്ട്. അവർ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് സൂപ്പർ മാർക്കറ്റിൽ എത്തുന്നു. അവിടെ ആവശ്യത്തിന് ഭക്ഷണവും സാധനങ്ങളും ഉണ്ടായിരുന്നു. അവിടെ വെച്ച് മാലോരി കുറച്ച് പക്ഷികളെ കാണുന്നു. ആ അദൃശ്യ ശക്തികൾ അടുത്തു വരുമ്പോൾ ഈ പക്ഷികൾക്ക് അത് മുൻകൂട്ടി അറിയാൻ സാധിക്കുമെന്നും അവ ഭയന്ന് ബഹളം വയ്ക്കുമെന്നും മാലോരി മനസ്സിലാക്കുന്നു.
അതുകൊണ്ട് അവൾ ആ പക്ഷികളെ ഒരു കൂട്ടിലാക്കി തൻ്റെ കൂടെ കൂട്ടുന്നു. അവിടെ വെച്ച് അവർ മറ്റൊരു സത്യം കൂടി തിരിച്ചറിയുന്നു. അതായത് മാനസിക രോഗികളായ ആളുകൾ പുറത്തെ ഈ ശക്തിയെ കാണുമ്പോൾ അവർ മരിക്കുന്നില്ല. പകരം അവർക്ക് ആ ശക്തികൾ ദൈവത്തെ പോലെ തോന്നുകയും ബാക്കിയുള്ള മനുഷ്യരെയും കണ്ണു തുറപ്പിച്ച് ആ കാഴ്ച കാണിക്കാൻ അവർ ശ്രമിക്കുകയും ചെയ്യും. അങ്ങനെ ശ്രമിച്ച ചിലരുമായി ഏറ്റുമുട്ടുന്നതിനിടയിൽ ചാർലി എന്ന കഥാപാത്രം മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ ത്യാഗം ചെയ്യുന്നു. അങ്ങനെ അവർ തിരിച്ച് ആ വീട്ടിലെത്തുന്നു. അതേസമയം പ്രസന്റ് ഡേ. മാലോരി വെള്ളത്തിലിറങ്ങിയിട്ട് ഇപ്പോൾ 24 മണിക്കൂർ. അവരുടെ ബോട്ട് ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇടിച്ചു നിൽക്കുന്നു. ആ ഉലച്ചിലിൽ ആൺകുട്ടി വെള്ളത്തിൽ പോകുന്നു. ഒരു വിധത്തിൽ ആ കുട്ടിയെ അവൾ ബോട്ടിലേക്ക് കയറ്റുന്നു. അതിനുശേഷം തണുത്തു വിറയ്ക്കുന്ന അവനെ പുതപ്പിക്കാനായി ബ്ലാങ്കറ്റ് നോക്കുമ്പോൾ ബ്ലാങ്കറ്റും ഭക്ഷണവുമെല്ലാം വെള്ളത്തിൽ പോയിരുന്നു. മാലറി തന്റെ ജാക്കറ്റ് എടുത്ത് ആ കുട്ടിയെ പുതപ്പിക്കുന്നു. അതിനുശേഷം ബോട്ട് കരയോടടുപ്പിച്ച് അവൾ അവരോട് പറയുന്നു, ഒരു കാരണവശാലും ഇവിടെ വിടരുത്. അതും പറഞ്ഞുകൊണ്ട് അവൾ ഒരു ഗൈഡ് റോപ്പ് അവിടെ ബന്ധിച്ചുകൊണ്ട് അവിടെ കാണുന്ന ഒരു ബിൽഡിങ്ങിലേക്ക് കയറുന്നു. അതൊരു ഹോസ്പിറ്റലായിരുന്നു. അവിടെ നിന്നും മാലറി ആവശ്യമുള്ള സാധനങ്ങളെല്ലാം കളക്ട് ചെയ്യുകയാണ്. അതിനിടയിൽ ആ അദൃശ്യ ശക്തിയുടെ സാന്നിധ്യം ആ ബിൽഡിങ്ങിൽ മാലറി തിരിച്ചറിയുന്നു. അതേസമയം അമ്മ പോയി കുറച്ച് സമയമായതുകൊണ്ട് പെൺകുട്ടി ബോട്ടിൽ നിന്നും എണീക്കുന്നു. അവൾ തന്റെ ഗണ്ണെടുത്ത് പതിയെ വീട്ടിന് പുറത്തേക്ക് കിടക്കുന്നു. എന്നാൽ തന്നെ ആരോ പിന്തുടരുന്നത് മാലറി മനസ്സിലാക്കുന്നു. അവിടെ ഒരു ഡെഡ് ബോഡിയൊക്കെ കിടക്കുന്നുണ്ട്. അവൾ അവിടെ കാൽ വഴുതി വീഴുന്നു. അവൾ തന്റെ ഗണ്ണെടുത്ത് തലങ്ങും വിലങ്ങും ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇതേസമയം പെൺകുട്ടി ബോട്ടിൽ നിന്ന് പതുക്കെ ഇറങ്ങുന്നു. ഒരു കയർ അവളുടെ മേൽ കെട്ടി ബോട്ടിൽ ബന്ധിച്ചിട്ടുണ്ട്. ആ കുട്ടി മുന്നോട്ട് നടക്കുകയാണ്. ആ അദൃശ്യ ശക്തി മാലറിയുടെ ശബ്ദത്തിൽ പെൺകുട്ടിയെ ആകർഷിക്കുകയാണ്. അവൾ ആ ശബ്ദം കേട്ട് മുന്നോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. മാലറിയാണെന്ന് തോന്നത്തക്ക വിധം ആ ശക്തി വിസ്പർ ചെയ്യുന്നുണ്ട്. അത് കേട്ട് ആ കുട്ടി മാലറി എന്ന് വിളിച്ചുകൊണ്ട് കൈകൊണ്ട് തൊടാൻ നോക്കുന്നു. അതേസമയം ആരോ ശക്തമായി ആ കുട്ടിയെ പുറകോട്ട് വലിക്കുന്നു. അത് മാലറിയായിരുന്നു. അവൾ ആ കുട്ടിയെ എടുത്ത് ബോട്ടിൽ കയറ്റുന്നു. മാലറി ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, എനിക്കെന്തെങ്കിലും പറ്റിയാൽ നിങ്ങൾ എന്ത് ചെയ്യും? അവളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അവൾ അത് ഏറ്റുപറയുന്നു. ഐ സേവ് മൈസെൽഫ്. അവൾ അത് തന്നെ പറയുന്നു. അവർ യാത്ര തുടരുന്നു. മാലോരി തന്റെ വയർലെസ് സെറ്റിലൂടെ ആരെങ്കിലും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരെയും കിട്ടുന്നില്ല. സിനിമ പിന്നെയും പാസ്റ്റിലേക്ക്. ഒരു ദിവസം ഗാരി എന്നൊരാൾ അവരുടെ വീട്ടിലേക്ക് സഹായം തേടി എത്തുന്നു. ഡഗ്ലസ് നല്ല രീതിയിൽ എതിർക്കുന്നുണ്ട്. അയാൾ പറയുന്ന കഥകളൊന്നും ഡഗ്ലസ് വിശ്വസിക്കുന്നില്ല. അയാൾ പറയുന്നത് പുറത്ത് ചില ഭ്രാന്തന്മാരുണ്ടെന്നും അവർക്ക് ഈ എൻറ്റിറ്റിയെ കണ്ടാൽ ഒരു കുഴപ്പവുമില്ലെന്നും അവർ മറ്റുള്ളവരെ നിർബന്ധിച്ച് അതിനെ കാണിക്കാൻ ശ്രമിക്കുകയാണെന്നും അയാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടി വരികയാണെന്നും ഗാരി പറയുന്നു. ഡഗ്ലസ് അയാളെ അകത്ത് കയറ്റുന്നത് എതിർക്കുന്നു. ഇതൊരു ഓർഫണേജ് അല്ലെന്നും പുറത്തു പോകാനും ഡഗ്ലസ് പറയുന്നു. എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ഒരു വയസ്സായ സ്ത്രീ ഡഗ്ലസിനെ ഒരു പ്ലേറ്റ് കൊണ്ട് തലക്കടിച്ച് ബോധം കെടുത്തുന്നു. അങ്ങനെ ഗാരി അവരുടെ കൂടെ കൂടുന്നു. പ്രസന്റ് ഡേയിൽ മാലൂരി വെള്ളത്തിലിറങ്ങിയിട്ട് 38 മണിക്കൂർ. അവൾ കുട്ടികളോട് പറയുന്നു, കുറച്ചു ദൂരം ചെന്നു കഴിഞ്ഞാൽ നമ്മൾ വളരെ അപകടകരമായ ഒരു സ്ഥലത്തുകൂടെ യാത്ര ചെയ്യേണ്ടതുണ്ട്. അവിടെ എത്തിയാൽ നിങ്ങളിൽ ഒരാൾ പുറത്തേക്ക് നോക്കേണ്ടതുണ്ട്. എന്നിട്ട് നിങ്ങൾ പറയണം ഏത് ഡയറക്ഷനിൽ നമ്മൾ പോകണമെന്ന്. ഞാനത് ചെയ്താൽ നമുക്ക് ഈ യാത്ര പൂർത്തിയാക്കാൻ കഴിയില്ല. അപ്പോൾ ആ ആൺകുട്ടി പറയുന്നു, ഐ വിൽ ഡു ഇറ്റ്. മാലോറി പറയുന്നു, വേണ്ട, ആര് പുറത്തേക്ക് നോക്കണമെന്ന് ഞാൻ അപ്പോൾ പറയാം. അതനുസരിച്ച് ചെയ്താൽ മതി. ഫ്ലാഷ് ബാക്കിലേക്ക്. മാലോരിക്കും ഒളിമ്പിയയ്ക്കും ഒരു ദിവസം പ്രസവവേദന വരുന്നു. അവർ രണ്ടുപേരും പ്രസവിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റെല്ലാവരും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതേസമയം ഗാരി കുറച്ച് ചിത്രങ്ങളൊക്കെ നോക്കുകയാണ്. അതിൽ നിഴൽ പോലെ എന്തൊക്കെയോ അയാൾ വരച്ചു കൂട്ടിയിട്ടുണ്ട്. ഒരു പേപ്പർ എടുത്തതിന് ശേഷം അയാൾ പുതുതായി ഒരു ചിത്രം വരയ്ക്കാൻ തുടങ്ങുന്നുണ്ട്. ഡഗ്ലസിനെ അവിടെ ഒരു റൂമിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതേസമയം ഗാരി അവിടെ ഇരുന്നിരുന്ന പക്ഷിക്കൂടെടുത്ത് ഒരു ഷെൽഫിനുള്ളിൽ വെച്ച് അടയ്ക്കുന്നു. ഇത് കണ്ട ഡഗ്ലസ് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അയാൾ ഒന്നും മിണ്ടാതെ അവിടെ പോയി അടച്ചു വെച്ചിരുന്ന കർട്ടനുകളെല്ലാം പൊക്കുന്നു. അയാൾ പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുകയാണ്. ഒരു ഉന്മാദത്തോടെ ഗാരി കർട്ടനുകളെല്ലാം പൊക്കി പുറത്തെ കാഴ്ചകളിലേക്ക് നോക്കുകയാണ്. ഡഗ്ലസ് അയാളെ ചീത്ത പറയുന്നുണ്ട്. ഇതേസമയം ടോം ഗാരി വരച്ച ചിത്രങ്ങളിലേക്ക് നോക്കുന്നു. ടോം ആ ബേർഡ്സിനെ ഷെൽഫിൽ നിന്ന് എടുക്കുന്നു. അതേസമയം ഒളിമ്പിയ ഒരു പെൺകുഞ്ഞിനെയും മാലൂരി ഒരു ആൺകുഞ്ഞിനെയും പ്രസവിക്കുന്നു. അവരുടെ അടുത്ത് വന്ന ഗാരി ഇത് കാണ് എന്ന് പറഞ്ഞ് അവരുടെ മുന്നിലുള്ള കർട്ടൻ മാറ്റുന്നു. ഗാരി തന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുക്കുകയാണ്. അയാൾ നേരത്തെ പറഞ്ഞ സൈക്കോകളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾ തന്നെയാണ്. അവർക്ക് ആ എൻറ്റിറ്റിയെ കണ്ടാൽ ഒരു കുഴപ്പവുമില്ല. മറ്റുള്ളവരെ അത് കാണിച്ച് അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ് ഗാരി. ഡഗ്ലസ് പറഞ്ഞത് സത്യമായിരുന്നു. ഗാരിയെ വിശ്വസിക്കരുതായിരുന്നു. ഗാരി കർട്ടൻ മാറ്റിക്കൊണ്ട് ഒളിമ്പിയയെ ആ എൻറ്റിറ്റിയെ കാണിക്കുന്നു. അവൾ കുഞ്ഞിനെയും എടുത്ത് ഓടാൻ തുടങ്ങുകയാണ്. അതേസമയം മാലോരി വന്ന് നിന്റെ കുഞ്ഞിനെ ഞാൻ ഒന്നെടുത്തോട്ടെ എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ അവൾ എടുക്കുന്നു. ഒളിമ്പിയ വീടിന് മുകളിൽ നിന്ന് ചാടി മരിക്കുന്നു. ഗാരി നിർബന്ധിച്ച് ചെറിൽ എന്ന വയസ്സായ സ്ത്രീയുടെ കണ്ണു തുറപ്പിച്ച് ആ എൻറ്റിറ്റിയെ കാണിക്കുന്നു. അവർ ഒരു കത്രികയെടുത്ത് സ്വയം കഴുത്തിൽ കുത്തി മരിക്കുന്നു. അതിനുശേഷം ഗാരി
ബ്ലാങ്കറ്റിനടിയിൽ 2 കുഞ്ഞുങ്ങളുമായി കിടക്കുന്ന മാലോറിയുടെ അടുത്ത് വന്ന് ബ്ലാങ്കറ്റ് ഉയർത്താൻ പറയുന്നു. അതേസമയം മുറിയിൽ നിന്നും രക്ഷപ്പെട്ടു വന്ന ഡഗ്ലസ് തോക്കുമായി ഗാരിക്ക് നേരെ തിരിയുന്നു. പക്ഷേ ഡഗ്ലസ് കണ്ണടച്ചുകൊണ്ടാണ് ഗാരിക്ക് നേരെ തോക്ക് ചൂണ്ടുന്നത്. ഗാരി അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ഡഗ്ലസിന് നേരെ വരുന്നു. ഡഗ്ലസ് വെടിയുതിർക്കുന്നു. അത് അയാളുടെ ഷോൾഡറിലാണ് കൊള്ളുന്നത്. ഗാരി ഡഗ്ലസിനടുത്ത് വന്ന് അയാളെ തട്ടിത്തെറിപ്പിക്കുകയും അതിനുശേഷം അവിടെ കിടന്ന കത്രികയെടുത്ത് ഡഗ്ലസിന്റെ നെഞ്ചിലേക്ക് കുത്തിക്കയറ്റുകയും ചെയ്യുന്നു. ഇതേസമയം വീണ് കിടക്കുകയായിരുന്ന ടോം ഗണ്ണെടുത്ത് ഗാരിയെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നു. അങ്ങനെ അയാൾ മാലോരിയെ സംരക്ഷിക്കുന്നു. അവർ കുഞ്ഞുങ്ങളുമായി കണ്ണുകെട്ടി ജീവിക്കാൻ പഠിക്കുന്നു. പുറത്തിറങ്ങുന്ന ദിവസങ്ങളിൽ അവരുടെ പിന്നാലെ ആ ഭ്രാന്തന്മാർ കാറുമായി വരാറുണ്ട്. അവർ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ജീവിക്കുകയാണ്. ആ വീട്ടിൽ ടോമും മാലോരിയും 2 കുട്ടികളും മാത്രമാണുള്ളത്. അവർ കുട്ടികൾക്ക് പേരുകൾ നൽകിയിട്ടില്ല. ബോയ് എന്നും ഗേൾ എന്നുമാണ് അവരെ വിളിക്കുന്നത്. ഒരു ദിവസം അവർക്ക് റിക്ക് എന്നൊരാളുടെ സന്ദേശം കിട്ടുന്നു. തങ്ങൾ സുരക്ഷിതമായ ഒരു കമ്മ്യൂണിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നിങ്ങൾ എത്ര പേരുണ്ടെന്നും നിങ്ങളുടെ ഇടയിൽ കുട്ടികളുണ്ടോ എന്നും അയാൾ ചോദിക്കുന്നു. അയാളുടെ ചോദ്യത്തിൽ സംശയം തോന്നിയ മാലോറി ടോമിനെ നിരുത്സാഹപ്പെടുത്തുന്നുണ്ട്. അങ്ങോട്ടുള്ള വഴിയിൽ അപകടകരമായ കുത്തൊഴുക്കുള്ള ഒരു സ്ഥലമുണ്ട്. അത് കടക്കണമെങ്കിൽ കുട്ടികളെ കൊണ്ട് സാധിക്കില്ല. ആരെങ്കിലും കണ്ണു തുറന്ന് നോക്കേണ്ടി വരും എന്ന് റിക്ക് പറയുന്നു. നിങ്ങളെ ഞങ്ങളെങ്ങനെ കണ്ടെത്തും എന്ന് ടോം ചോദിക്കുന്നു. നിങ്ങൾ ബേർഡ്സിന്റെ ശബ്ദം കേൾക്കുന്നില്ലേ? ഞങ്ങളുടെ അടുത്തെത്തുമ്പോൾ ഈ ബേർഡ്സിന്റെ ശബ്ദം നിങ്ങൾക്ക് കൂടുതലായി കേൾക്കാൻ കഴിയും. അങ്ങനെ ഞങ്ങളെ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും എന്ന് റിക്ക് പറയുന്നു. മാലോറിക്ക് ഇതിൽ സംശയം വരുന്നു. റിക്ക് റിയൽ പേഴ്സൺ ആണെന്ന് ടോം പറയുന്നു. പക്ഷേ മാലോറി പറയുന്നത് അയാൾ ആ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണെങ്കിലോ എന്നാണ്. ടോം കുട്ടികൾക്ക് കഥകളും മറ്റും പറഞ്ഞു കൊടുക്കുകയാണ്. മാലോറി വന്ന് ടോമിനോട് ദേഷ്യപ്പെടുന്നു. എന്തിനാണ് അവർ ഒരിക്കലും കാണാൻ പോകാത്ത ഒരു ലോകത്തെക്കുറിച്ച് അവരോട് പറയുന്നത് എന്ന് മാലോറി പറയുന്നു. ടോം മാലോറിയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് കുട്ടികളെ ഇങ്ങനെ പേരുപോലും ഇടാതെ വളർത്തുന്നത്? അവരുടെ കാര്യത്തിൽ അവളെടുത്ത ഓരോ തീരുമാനവും അവരുടെ സർവൈവലിന് വേണ്ടിയാണെന്ന് മാലോറി പറയുന്നു. ഒരു ദിവസം അവർ പതിവ് പോലെ അടഞ്ഞുകിടന്ന ഒരു വീട്ടിൽ കയറി ഭക്ഷണമെല്ലാം എടുത്ത് കഴിക്കുകയാണ്. അതേസമയം അവിടെ ഒരു കാറിന്റെ ശബ്ദവും വെടിയൊച്ചയും കേൾക്കുന്നു. അവിടെ ആ ഭ്രാന്തന്മാർ എത്തിയിരിക്കുന്നു. ടോം മാലോറിയോട് പറയുന്നു, നീ പുറകിലൂടെ കുഞ്ഞുങ്ങളുമായി രക്ഷപ്പെടണം. ഞാൻ അവരുടെ ശ്രദ്ധ തിരിക്കാം. അതിനുശേഷം റിക്ക് പറഞ്ഞ സ്ഥലത്തേക്ക് നീ ബോട്ടുമെടുത്ത് യാത്ര ചെയ്യണം. എന്നാൽ ടോം ഇല്ലാതെ പോവില്ലെന്ന് അവൾ പറയുന്നു. ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ടോം തന്റെ ചെയിൻ മാലോറിയുടെ കയ്യിൽ വെച്ചു കൊടുക്കുന്നു. ടോം കണ്ണുകൾ കെട്ടിക്കൊണ്ട് പുറത്തിറങ്ങുന്നു. പുറത്ത് ആ ഭ്രാന്തന്മാരുണ്ട്. എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ടോം ചോദിക്കുന്നു. വേണ്ടിവരില്ല എന്നും നിന്നെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം എന്നും വന്നവർ പറയുന്നു. അവർ അവനോട് കണ്ണിലെ കെട്ടഴിക്കാൻ പറയുന്നു. കൂട്ടത്തിൽ ഒരുത്തി ഒരു തോട്ടി ഉപയോഗിച്ച് അവന്റെ കെട്ടഴിക്കാൻ ശ്രമിക്കുന്നു. മാലോറി പുറകിലൂടെ കുട്ടികളുമായി പോവുകയാണ്. അവരെ ഈ ഭ്രാന്തന്മാർ കണ്ടു എന്ന് മനസ്സിലാക്കിയ ടോം അവരെ ഓരോരുത്തരെയായി വെടിവെക്കുന്നു. ടോം വീണുകിടക്കുകയാണ്. അപ്പോൾ ആ ഭ്രാന്തന്മാർ പറയുന്നുണ്ട്, അവർ വരുന്നുണ്ട്, അവർ നിന്നെ ഉപദ്രവിക്കില്ല. ടോം തന്റെ കെട്ടിയ കണ്ണുകൾ അഴിക്കുന്നു. അതിനുശേഷം അവരെ ഓരോരുത്തരെയായി വെടിവെച്ചിടുന്നു. അതേസമയം തന്റെ പുറകിലൂടെ വന്ന ആ ശക്തിയെ അവൻ കാണേണ്ടി വരുന്നു. അവനിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. അവൻ അവസാനത്തെയാളെയും വെടിവെച്ച് കൊല്ലുന്നു. അതിനുശേഷം സ്വയം വെടിവെച്ച് അവൻ മരിക്കുന്നു. ആ ഗൺഷോട്ട് കേട്ട മാലോരിക്ക് ടോം മരിച്ചു എന്ന് മനസ്സിലാവുന്നു. എങ്ങോട്ട് പോകണം എന്ന് ഒരു നിമിഷം സംശയിച്ച മാലോറി ആ വീട്ടിനുള്ളിലേക്ക് തിരികെ കയറുന്നു. അവൾ ഒരുപാട് കരയുന്നു. ഇതിനുശേഷമാണ് സിനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട സീൻ വരുന്നത്. അവൾ കുട്ടികളോട് പറയുന്നു, നമ്മൾ ഒരു യാത്ര പോവുകയാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യവും നിങ്ങൾ നിർബന്ധമായും അനുസരിച്ചിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഈ യാത്ര പൂർത്തിയാക്കാൻ സാധിക്കില്ല. അവർ വെള്ളത്തിലിറങ്ങിയിട്ട് ഇപ്പോൾ 42 മണിക്കൂർ. ഒരു സ്ഥലത്തെത്തിയപ്പോൾ മാലോറി കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ല ഞാൻ നേരത്തെ പറഞ്ഞ കുത്തൊഴുക്കുള്ള സ്ഥലം? നമ്മൾ അവിടേക്ക് എത്താൻ പോവുകയാണ്. നമ്മളിൽ ഒരാൾ കണ്ണു തുറന്ന് അവിടേക്ക് നോക്കേണ്ടതുണ്ട്. എന്നാൽ മാത്രമേ നമുക്കത് കടന്നു പോകാൻ പറ്റൂ. ഞാൻ നോക്കാം എന്ന് ആൺകുട്ടി പറയുന്നു. അപ്പോൾ മാലോറി പറയുന്നു, വെയിറ്റ്, ഞാനൊരു സെക്കൻഡ് ആലോചിക്കട്ടെ. അവൾ ഒന്ന് ആലോചിച്ച് ഇരിക്കുമ്പോൾ ആ പെൺകുഞ്ഞ് പറയുന്നു, ഞാൻ നോക്കാം. മാലോറിക്ക് ഒളിമ്പിയയെ ഓർമ്മ വരുന്നു. ആ പെൺകുഞ്ഞ് സത്യത്തിൽ ഒളിമ്പിയയുടെ കുഞ്ഞാണ്. മാലോറി പറയുന്നു, ഓക്കെ, നമ്മൾ ആരും നോക്കുന്നില്ല. അങ്ങനെ കണ്ണു കെട്ടിക്കൊണ്ട് തന്നെ ആ കുത്തൊഴുക്കിലൂടെ പോകാൻ അവർ തീരുമാനിക്കുന്നു. കുട്ടികൾ ബോട്ടിൽ തല താഴ്ത്തി അള്ളിപ്പിടിച്ചിരിക്കുന്നു. അവർ ആ കുത്തൊഴുക്കിലേക്ക് പ്രവേശിക്കുകയാണ്. അതിശക്തമായ ആ കുത്തൊഴുക്കിലൂടെ കണ്ണുകെട്ടി മാലോറി ബോട്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അതിഭയങ്കരമായ ആ കുത്തൊഴുക്കിൽപ്പെട്ട് അവരുടെ ബോട്ട് മറിയുന്നു. മാലോറിയും കുഞ്ഞുങ്ങളും വേർപിരിയുന്നു. ബോട്ടെല്ലാം ഒഴുകിപ്പോകുന്നു. ആൺകുഞ്ഞ് ഒരു പാറപ്പുറത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്നു. മാലോറി അവന്റെ അടുത്തെത്തി അവനെ എടുക്കുന്നു. അതേസമയം അവർ ഒരു മണിശബ്ദം കേൾക്കുന്നു. അതെ, അതാ പെൺകുഞ്ഞിന്റെ മണിയടിയാണ്. അവൾ മണി അടിച്ചുകൊണ്ടിരിക്കാൻ തന്നെ പറയുന്നു. കുറച്ചപ്പുറത്ത് കരക്കടിഞ്ഞ നിലയിൽ പെൺകുഞ്ഞിനെ അവർ കണ്ടെത്തുന്നു. അവളുടെ കയ്യിൽ ആ ബേർഡ് ബോക്സ് സുരക്ഷിതമായി ഉണ്ടായിരുന്നു. ഇനി നടന്നു വേണം അവർക്ക് റിക്ക് പറഞ്ഞ കേന്ദ്രത്തിലെത്താൻ. അവൾ 2 കുഞ്ഞുങ്ങളെയും കൂട്ടി മുന്നോട്ട് നടക്കാൻ ആരംഭിക്കുന്നു. അതേസമയം ആ അദൃശ്യ ശക്തികൾ അവരെ വളയുന്നു. അവ ടോമിന്റെയും മാലോറിയുടെ മരിച്ചുപോയ ജെസിക്കയുടെ ശബ്ദത്തിൽ അവളോട്
കണ്ണിലെ കെട്ടുകൾ അഴിക്കാൻ പറയുന്നു. മുന്നോട്ട് നടക്കുന്നതിനിടയിൽ മാലറിയുടെ കാൽ ഒരു മരക്കമ്പിൽ തട്ടി അവൾ വഴുതി വീഴുന്നു. മാലറിക്ക് ബോധം പോയിരിക്കുകയാണ്. കുട്ടികൾ അവളെ വിളിച്ചു നോക്കുകയും അവരുടെ കയ്യിലുള്ള മണി അടിച്ചു നോക്കുകയും ചെയ്യുന്നുണ്ട്. ആ ശക്തികൾ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. വഴിതെറ്റിയ ആ ആൺകുട്ടിയോട് കണ്ണുകൾ തുറക്കാനും മാലറിയാണെന്നും ആ ശബ്ദം പറയുന്നു. അവൻ അത് കേട്ട് വിശ്വസിച്ച് അവന്റെ കണ്ണുകൾ തുറക്കാൻ തുടങ്ങുന്നു. ബോധം വന്ന മാലറി ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, അത് ഞാനല്ല, കണ്ണുകൾ തുറക്കരുത് എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. ആ ശക്തികൾ ആ പെൺകുഞ്ഞിന്റെ അടുത്തും എത്തിയിരിക്കുകയാണ്. അവളോട് മാലറിയുടെ ശബ്ദത്തിൽ അവർ പറയുന്നു, കണ്ണുകൾ തുറക്കൂ. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കണ്ണു തുറന്നാൽ കുഴപ്പമില്ലേ? അവൾ പതുക്കെ കണ്ണുകളിലെ കെട്ടുകളിൽ കൈവയ്ക്കുന്നു. മാലറി ഉറക്കെ അലറുന്നുണ്ട്, ബോയ് ഗേൾ, നിങ്ങൾ എവിടെയാണ്? എന്റെ കുട്ടികളെ ഒന്നും ചെയ്യരുത് എന്നൊക്കെ മാലറി അലറുന്നുണ്ട്. അതേസമയം ആൺകുട്ടി കയ്യിലുള്ള മണി അടിക്കുമ്പോൾ മാലറി അത് കേട്ട് അവന്റെ അടുത്തെത്തുന്നു. പെൺകുഞ്ഞിനെ ആ ശക്തികൾ മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുകയാണ്. അവൾ ഇപ്പോൾ പതുക്കെ കണ്ണിലെ കെട്ടഴിച്ചിരിക്കുകയാണ്. മാലറി സങ്കടപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ട്, ടോം നിനക്ക് മറ്റൊരു ലോകത്തിന്റെ കഥ പറഞ്ഞു തരുമ്പോൾ നിർത്തിച്ചത് എന്റെ തെറ്റ്. നമുക്ക് ആ ലോകം ഒരുമിച്ച് കാണേണ്ടതുണ്ട്. അതിന് നീ എന്റെ അടുത്ത് വരണം. നീ എവിടെയുണ്ടെങ്കിലും ഇപ്പൊ എന്റെ അടുത്ത് വരണം എന്ന് മാലറി ഉറക്കെ വിളിച്ചു പറയുന്നു. മാലറിയുടെ ശബ്ദം തിരിച്ചറിഞ്ഞ കുട്ടി അത് ഫോളോ ചെയ്ത് അവളുടെ അടുത്തെത്തുന്നു. എറിക് പറഞ്ഞതിന് പ്രകാരം ബേർഡ്സിന്റെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് അവർ നടക്കുന്നു. എന്നാൽ അതേസമയം ആ അദൃശ്യ ശക്തികൾ അവരെ വളയുന്നു. കാടിളക്കിക്കൊണ്ട് അത് ഇവരുടെ പിന്നാലെ വരികയാണ്. മാലറി ബേർഡ്സിന്റെ ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി ഓടുകയാണ്. ആ ശക്തികൾ അവളെ ഫോളോ ചെയ്യുകയാണ്. ഓട്ടത്തിനിടയിൽ അവൾ വീഴുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് കുട്ടികളുമായി ശബ്ദം കേട്ട ഭാഗം ലക്ഷ്യമാക്കി ഓടുന്നു. ഓടി ഓടി അവർ ഒരു വീടിന് മുന്നിൽ എത്തുന്നു. അവൾ ഡോറിൽ തട്ടി ഉറക്കെ പറയുന്നുണ്ട്, വാതിൽ തുറക്കൂ. ഞാൻ റിക് പറഞ്ഞതിന് പ്രകാരം വന്നതാണ്. എന്റെ കൂടെ കുട്ടികളുണ്ട്. അതേസമയം ആ ശക്തികൾ ടോമിന്റെ ശബ്ദത്തിൽ കണ്ണുകൾ തുറക്കാൻ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡോർ തുറക്കുന്നില്ല. അവൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ജസ്റ്റ് ടേക്ക് ദി ചിൽഡ്രൻ. തന്റെ കുട്ടികളെ മാത്രം എടുക്കാൻ അവൾ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. അങ്ങനെ അവസാനം ആ വാതിൽ തുറക്കുന്നു. അവിടെ അവർ റിക്കിനെ കണ്ടുമുട്ടുന്നു. അവളോട് കണ്ണുകൾ കെട്ടഴിച്ചോളാൻ പറയുന്നു. റിക് ഒരു അന്ധനായിരുന്നു. അവിടെയുള്ള കാഴ്ച കണ്ട് മാലോരി അത്ഭുതപ്പെടുന്നു. അതൊരു വലിയ ഇൻഡോർ ഗാർഡൻ പോലെ മനോഹരമായ സ്ഥലമായിരുന്നു. അവിടെ നിറയെ പക്ഷികൾ പറന്നു നടക്കുന്നുണ്ടായിരുന്നു. ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ആ കമ്മ്യൂണിറ്റിയിലുള്ള ഭൂരിഭാഗം ആളുകളും അന്ധന്മാർ ആയിരുന്നു. പുറത്തുള്ള ആ അദൃശ്യ ശക്തിക്ക് അന്ധരായ ആളുകളെ ഒന്നും ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. അതുകൊണ്ടാണ് ആ സ്ഥലം ഇത്രയും സുരക്ഷിതമായിരുന്നത്. മാലറി തന്റെ ബേർഡ് ബോക്സിലുള്ള പക്ഷികളെ അവിടേക്ക് തുറന്നുവിടുന്നു. അവൾ അവളുടെ പഴയ ഡോക്ടറെ അവിടെ കാണുന്നു. അവർ കുട്ടികളോട് പേര് ചോദിക്കുമ്പോൾ ബോയ് എന്നും ഗേൾ എന്നും പറയുന്നു. അതേസമയം മാലറി പെൺകുട്ടിയുടെ പേര് ഒളിമ്പിയ ആണെന്നും ആൺകുട്ടിയുടെ പേര് ടോം ആണെന്നും അതുപോലെ അവന്റെ അമ്മ താനാണെന്നും അവൾ പറയുന്നു. തങ്ങൾ ഇനി സുരക്ഷിതരാണെന്ന ഉറപ്പിൽ ആകാശത്തേക്ക് പറന്നുയരുന്ന പക്ഷികളെ നോക്കി പുഞ്ചിരിക്കുന്ന മാലോരിയുടെ മുഖത്തോടെ ബേർഡ് ബോക്സ് എന്ന ഈ മനോഹരമായ സിനിമ ഇവിടെ അവസാനിക്കുന്നു.